വ്യാഖ്യാനത്തിന്റെ കുറെ സംഗതികൾ അടിസ്ഥാന ജനതയുടെയാണ്. ഫോക്ലോർ ജനസംസ്കാരം, ജനങ്ങളുടെ കാര്യമാണ്. നമ്മള് വ്യക്തികളാകുന്നതിന് മുമ്പ് ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഫോക്ക് എന്ന് വിളിക്കുന്നത്. ഒരു സംഘപരത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പോഴും നമ്മൾ സംഘകൂട്ടായ്മകളിലാണ്. പുതിയ കാലത്ത് ഫോക്ക് ഉണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിൽ നിങ്ങൾ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്, ഒരുപാട് തരം ഗ്രൂപ്പുകളുണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ പുതിയ തരത്തിൽ ഒരു ഫോക്കായിട്ട് പറയാം. അങ്ങനെ പറയാറുണ്ട്. പുനർഗോത്രവൽക്കരണം എന്നൊരു വാക്കുണ്ട്. ഈ പുതിയ മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം പണ്ട് നമ്മൾ വ്യക്തികളായി നിന്നിരുന്ന സാഹചര്യം വിട്ടിട്ട് വീണ്ടും ഒരു സംഘപരത നമ്മളിലേക്ക് വന്നു പറയും. നമ്മള് ഗോത്രങ്ങളായിട്ട് ജീവിച്ച കാലം അല്ലെ, പഴയ കാലം അങ്ങനെയാണ്. അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇവിടെ പറയാം. ആ ഗോത്ര കാലഘട്ടം, മനുഷ്യ ചരിത്രം എടുത്താൽ ഗോത്ര കാലഘട്ടം എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആ ഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പിന്നീട് ഫ്യൂഡലിസത്തിലേക്കും മുതലാളിത്തത്തിലേക്കും ഒക്കെ പുതിയ കാലഘട്ടത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോ ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ മാത്രമല്ല, അതിന്റെ പല ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് നമ്മൾ വ്യക്തികളായിട്ട് മാറിയത്? ഈ സംഘപരതയിൽ നിന്ന് മാറി വ്യക്തികളായിട്ട് മാറിയപ്പോഴാണ്. അതിനെയാണ് നമ്മൾ ആധുനികത എന്ന് പറയുന്നത്. മോഡേൺ എന്നുള്ള വാക്ക്, ആധുനിക സാഹിത്യം തന്നെ മോഡേൺ എന്നുള്ള വാക്ക്. അപ്പൊ ഈ മോഡേൺ ആകുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തെയാണ് നമുക്ക് ഫോക്ക് ഘട്ടം എന്ന് വിളിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, അതിന് ശേഷമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഘടകം ഉണ്ടെങ്കിലും ഒരുപക്ഷെ സമ്പൂർണമായിട്ട് നമ്മൾ ഫോക്ക് എന്ന് പറയാവുന്ന ഒരു ഘട്ടം ആധുനികതയ്ക്ക് മുമ്പുള്ള ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ തന്നെ ഗോത്രപരമായ രീതിയിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നിശ്ചയിക്കപ്പെട്ടതാണ്. ഉദാഹരണം പറഞ്ഞാല് 19-ാം നൂറ്റാണ്ടില് എനിക്ക് ഈ കോളേജിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഈ കോരപ്പുഴ കടക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ ശരിക്കും വടകരക്കാരനാണ്, പക്ഷെ എനിക്ക് മലപ്പുറം ജില്ലയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വടകരക്കാരനായി എനിക്ക് കോരപ്പുഴ കടക്കാൻ പറ്റില്ല. കോരപ്പുഴ വിലക്ക് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. നിങ്ങൾക്കത് അറിയാമെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് ഫോക്കിലോ. അത്ഭുതം തോന്നുന്നില്ലേ? ചില കുടുംബങ്ങളിൽ, എൻ്റെ കുടുംബങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോരപ്പുഴക്ക് തെക്ക് നിന്ന് ഒരു കല്യാണാലോചന വന്നിട്ട് അത് മുടക്കിയ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അത്ര ദൂരെ നിന്നത്. അത് ദൂരത്തിന്റെ മാത്രമല്ല, ആ ഗോത്രത്തിന്റെ ചിട്ടകൾ ലംഘിക്കുന്നതാണ് ഈ കോരപ്പുഴ കടക്കുക എന്ന് പറയുന്നത്. അത് ഇവിടെ മാത്രമല്ല, മഹാത്മാഗാന്ധി കടല് കടന്നതിന് ഭ്രഷ്ടായി പോയ ആളാണ്. നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. മഹാത്മാഗാന്ധി പഠിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് അദ്ദേഹത്തിന്റെ സമുദായത്തെ ഭ്രഷ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രാദേശികതയിൽ ഉറപ്പിക്കപ്പെട്ടതായിരുന്നു നമ്മുടെ ജീവിതം, ഗോത്ര ജീവിതം. ഒരു പ്രദേശത്ത് പഴയ ആളുകൾ, ഒരു 4-5 തലമുറ മുമ്പുള്ള ആളുകളൊന്നും ഒരു പ്രദേശം വിട്ട് അധികം പോയിട്ടുണ്ടാവില്ല. കച്ചവടം അങ്ങനെയൊക്കെയുള്ള യാത്രകൾ ഉണ്ടെന്നല്ലാതെ സാധാരണഗതിയിൽ ഒരു ഗോത്ര ജീവിതത്തിന്റെ അകത്ത് ആ സ്ഥലവും വിടാൻ പറ്റില്ല. കാരണം കുലദേവതകളുടെ സാന്നിധ്യം ഇല്ലാത്തടത്തേക്കൊന്നും പോകാൻ വകുപ്പില്ല. അതാണ് ഇപ്പൊ നമുക്ക് നീന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തെയ്യത്തെ കടൽ കടത്തി കൊണ്ടുപോകാം അല്ലെ. പ്രവാസം എന്ന് പറയുന്ന മോഹൻദൻ നോവലിൽ കാണും നിങ്ങൾ. അമേരിക്കയിലുള്ള മയ്യടിക്കാരിയായ ഒരു വീട്ടമ്മ മയ്യടിയുള്ള തെയ്യത്തെ കൊണ്ടാണ് പോകുന്നത്. അതാ അമേരിക്കയിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല. പുതിയ കാലത്ത് അവിടുത്തെ കുട്ടിച്ചാത്തൻ, പുത്തലത്ത് എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ ഉത്സവം നടക്കുന്ന അവിടുത്തെ ചാത്തനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ ചാത്തന്മാർക്ക് വരെ കടലാണ്. അത് മനുഷ്യർക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഈ മലയാള സാഹിത്യത്തിലെ കെ സി നാരായണൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള. അദ്ദേഹം ഈ കോരപ്പുഴ വിലക്കിനെതിരെ തന്നെ ഒരു സാഹിത്യം എഴുതിയിട്ടുണ്ട്. കല്യാണി കല്യാണം എന്നായിരുന്നു പേര്. ആദ്യമായിട്ട് കോരപ്പുഴ വിലക്ക് ലംഘിച്ച് നടന്നൊരു കല്യാണമാണ്. അപ്പോഴാണ് നമ്മൾ മോഡേൺ ആകുന്നത്. മനസ്സിലാവുന്നത്. കോരപ്പുഴ വിലക്ക് ലംഘിച്ചപ്പോഴാണ് നമ്മൾ മോഡേൺ ആകുന്നത്. ആ വിലക്കുള്ളപ്പോൾ നമ്മൾ ഗോത്രത്തിലാണ്. ഈ കോരപ്പുഴ വിലക്ക് ലംഘിച്ച കല്യാണി ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. മറ്റു മുമ്പ് സ്കൂളില്ലല്ലോ. പണ്ടത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അച്ഛനമ്മമാർ തന്നെ അധ്യാപകർ. അച്ഛനമ്മമാരുടെ തൊഴിൽ തന്നെയാണല്ലോ മക്കൾ ചെയ്യുന്നത്. അച്ഛനമ്മമാരുടെ തൊഴിൽ മക്കൾ ചെയ്യാതിരിക്കുകയും അച്ഛനമ്മമാരുടെ വിദ്യാഭ്യാസത്തിന് വ്യത്യസ്തമായി മറ്റാരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ആധുനിക അധ്യാപകരുണ്ടാകുന്നത്. അല്ലെ, അതിന് മുമ്പ് നിങ്ങളുടെ അച്ഛനമ്മമാർ തന്നെയാണ് നിങ്ങളുടെ അധ്യാപകർ. അപ്പൊ ആ നിലയിൽ നമ്മൾ ആധുനികരായി. ആധുനികത വരുമ്പോൾ തന്നെയാണ് നമ്മൾ വായന, അച്ചടി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ സാധാരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് വേറെ സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുതലാളിത്തത്തിന്റെ വരവ്, ലിബറലിസം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ ആ ഘടകങ്ങളിലേക്ക് കിടക്കാതെ സംസ്കാരത്തിന്റെ മാത്രം ഘടകം എടുത്താൽ ഈ അച്ചടിയും പുസ്തകങ്ങളും വായനയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വ്യക്തിയായിട്ട് മാറുന്നത്. ആലോചിക്കാൻ
അതൊരു തെയ്യപ്പറമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, ഒരു തെറയുടെ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ സംഘം ചേർന്നാണ് കാണുന്നത്. നിങ്ങളുടെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ അവിടെ ഉണ്ട്. നിങ്ങളെ അവർ കാണുന്നുണ്ട്, അവരെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതും ഒക്കെ അവരും കാണുന്നുണ്ട്. പക്ഷെ ഒരു പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നതോടുകൂടി കാര്യം മാറില്ല. കാരണം നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയില്ല നിങ്ങൾ എന്താ വായിക്കുന്നത്. ഞാനിപ്പോൾ ഇരുന്നിട്ട് എൻ്റെ പാരമ്പര്യത്തിലെ ആളുകളൊക്കെ വീട്ടിലിരിക്കുകയും ഞാനൊരു ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് ഞാൻ വിക്ടർ ഹ്യൂഗോയുടെയോ അല്ലെങ്കിൽ ദസ്തേവ്സ്കിയുടെയോ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ എൻ്റെ നാട്ടിലില്ലാത്ത, എൻ്റെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്, അല്ലെ? അപ്പൊ അച്ചടി നിങ്ങളെ വ്യക്തിയാക്കി ഏകാന്തതയിലേക്ക് അങ്ങനെ ആലോചിക്കാൻ കഴിയുന്ന ഒരാളാക്കി മാറ്റി. അതുകൊണ്ടാണ് വായനക്ക് പലപ്പോഴും വ്യക്തിവൽക്കരിക്കുന്നതിൽ വായനക്ക് വലിയ പങ്കുണ്ട്. പണ്ട് വായന ഉണ്ടെങ്കിലും അച്ചടി കുട്ടൻപറമ്പിന്റെ അറിയില്ല 15-ാം നൂറ്റാണ്ട് 1450-കളോട് കൂടി അച്ചടി വരികയും അത് വ്യാപകമാവുകയും 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി വ്യാപകമായിട്ട് മാറുകയും പിന്നീട് വളരെ വ്യാപകമായി തീരുകയും സാക്ഷരത വരികയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് നമ്മൾ വ്യക്തികളായിട്ട് മാറുന്നത്. വ്യത്യാസം മനസ്സിലാക്കി. അതിൽ നിന്നാണ് നമ്മുടെ പാരമ്പര്യ ചടങ്ങുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വ്യക്തിത്വം നമുക്ക് വരുന്നത്. മുറപ്പെണ്ണും മുറച്ചെറുക്കനൊക്കെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ സ്വീകരിക്കാൻ, വരനായിട്ടോ ബന്ധമായിട്ടോ സ്വീകരിക്കാനുള്ള സാഹചര്യമൊക്കെ വരുന്നത്. അപ്പൊ ഈ അച്ചടിയുടെ ഘട്ടം കഴിഞ്ഞ് ദൃശ്യമാധ്യമങ്ങളുടെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഈ ഏകാന്തത നഷ്ടപ്പെടും. കാരണം ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പുസ്തകം വായിക്കുന്ന മട്ടിലല്ല നിങ്ങളുള്ളത്, അല്ലെ? ടെലിവിഷന് മുമ്പിൽ നിങ്ങൾ കുടുംബത്തോടെ കാണുന്നത്. ക്രിക്കറ്റ് കളി കാണുമ്പോൾ ആൾക്കാരൊപ്പമുണ്ട്, ഏത് സിനിമ കാണുമ്പോൾ ആൾക്കാരൊപ്പമുണ്ട്. അപ്പോ അച്ചടിയുടെ ഇടവേള നഷ്ടപ്പെടുകയും അതിനുശേഷം ദൃശ്യമാധ്യമങ്ങൾ വരികയും ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ഏറെക്കുറെ ഒരു ഫോക്കായി മാറിയിട്ടുണ്ട്. ഇന്റർനെറ്റിലേക്ക് എത്തിയപ്പോൾ എന്തായി? ഇന്റർനെറ്റിലെത്തിയപ്പോൾ നിങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാകുന്ന കുടുംബത്തിലെ ആളുകളൊന്നും ഇല്ലാത്ത സൈറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്, അല്ലെ? വിലപ്പോഴും വിലക്കില്ലാത്തൊക്കെ സൈറ്റിലാണ് പോകുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ചില കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരേ സമയം നിങ്ങൾ വ്യക്തിയാണ്, അതേസമയം പ്രദേശമായിട്ട് ബന്ധമില്ലാത്ത ഒരു അന്തർദേശീയ കൂട്ടായ്മയുടെ ഭാഗം നിങ്ങൾ. അന്തർദേശീയ ആവണമെന്നില്ല, ദേശീയമാവും വലുതാവാം. അപ്പോ അതുകൊണ്ട് ഇന്ന് ആധുനികോത്തരം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇതെല്ലാം ചേർന്ന് ഒരേ സമയത്ത് ആധുനികരും ഒരേ സമയത്ത് ആധുനികോത്തരും അതേസമയം ഫോക്കും ആയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുള്ളത്. തികച്ചും ഇപ്പൊ നമ്മുടെ ആധുനികത അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ആധുനികത ഇപ്പോഴും ജാതിയും ഇന്റർനെറ്റ് ജാതിയുണ്ടോ എന്തോ വിവാഹത്തിന്റെ കാര്യത്തിലുണ്ട്, ബാക്കിയൊന്നുമില്ല. ജാതികളെ പറ്റിയിട്ടാണ് വിവാഹം ഇപ്പോഴും തുടരുന്നത്. നമ്മൾ ആധുനികരാണെന്ന് പറയുന്നത്. ഈ ഫോക്ക് നമ്മളിപ്പോ ഈ കാണുന്ന ഫോക്ക് അതിന് മുമ്പ് ഒരുപാട് ചരിത്രം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ വരുന്ന ഇവിടെ വടകര ഈ പ്രദേശമൊക്കെ വടക്കൻ പാട്ടിന്റെ സ്ഥലം. ഇപ്പൊ കണ്ണൂർ തെയ്യത്തിന് ഇവിടെ പറയപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ കണ്ണൂരിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇവിടെ വടക്കൻ പാട്ടിന്റെ ഒരു മണ്ഡലേ തച്ചോളി തന്നെ നടന്നുപോയ വഴിയായിട്ടൊക്കെ അത് കുഞ്ഞമ്പടക്ക് പോകുമ്പോൾ ഈ വഴിയൊക്കെയാണ് പോയെന്ന് പറയാം. അപ്പൊ അന്ന് ആ സമൂഹത്തെ നമ്മൾ പേരിട്ട് വിളിക്കുക ജാതി ജന്മി നാടുവാഴ്ത്ത ഘടന. എന്തൊക്കെ അർത്ഥം? ജാതി ജന്മി നാടുവാഴ്ത്ത ആ സമൂഹ ഘടന അതാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ കണ്ടാൽ ഇന്ന് മനുഷ്യനാണല്ലോ നമ്മൾ കുറെ ഓരോരുത്തരും, അല്ലെ? പണ്ട് മനുഷ്യനില്ല. മനുഷ്യനില്ലെന്ന് വെച്ചാൽ മനുഷ്യ ശരീരമില്ലെന്നോ? മനുഷ്യ ശരീരമുണ്ട്. പക്ഷെ മനുഷ്യരെ പരസ്പരം ഹോമോസാപ്പിയൻസ് എന്നുള്ള ഒരൊറ്റ വംശമായിട്ട് മനസ്സിലാക്കുന്നില്ല. ആ ബോധം വരുന്ന 19-ാം നൂറ്റാണ്ടിലാണ്. അത് വ്യാപകമാകുമ്പോഴാണ് നമ്മുടെ ഈ ഹ്യൂമനിസം, മാനവികത എന്ന് പറയുന്ന ആശയം വരുന്നത്. അതിനുമുമ്പ് ജാതികളാണ്. നിങ്ങൾ പഴയ കാലത്തെ 19-ാം നൂറ്റാണ്ടിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും വാർത്തയിൽ ജാതി കാണും. ഒരു തീയൻ മൃതപ്പെട്ടു നോക്കിയാണ് മനുഷ്യനെ പറ്റിയില്ല. ഇപ്പൊ ഋതുമതി എന്നുള്ള നാടകത്തിൽ, ആ ഋതുമതി നാടകം നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, വായിക്കുന്നവർ. ആ നാടകത്തില് സ്വാതന്ത്ര്യ ബോധം കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ അവർക്ക് സ്വാതന്ത്ര്യം കാണിക്കുന്നത്, സ്വാതന്ത്ര്യബോധം കാണിക്കുന്ന ഭ്രാന്താണെന്നാണ് വീട്ടുകാർ വിചാരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വിചാരമുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മന്ത്രവാദിയെ വിളിക്കുന്നുണ്ട്. മന്ത്രവാദി ഇവിടെ മന്ത്രം ചെയ്യുമ്പോ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നിന്റെ മേൽ കൂടിയ പ്രേതം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവള് ഞാനൊരു മനുഷ്യനാണെന്ന് പറയും. കുറച്ച് ആധുനിക വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ മന്ത്രവാദി മനുഷ്യനാണെന്ന് ചോദിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സാധാരണ കണ്ടിട്ടില്ല. അപ്പോ അതിനുമുമ്പ് ജാതിയാണ്. ഇപ്പൊ തച്ചുപുളി തന്നെ പാട്ടിലെടുത്താലേ ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ പേപ്പേഴ്സിൽ വരുന്നത്. അങ്ങനെയല്ലേ? ഓൺലൈനാണോ അല്ല ഓഫ്ലൈനാണോ? അത് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനെയല്ലേ? തച്ചുപുളി തന്നെ സർട്ടിഫിക്കറ്റുമായിട്ട് തന്നെയാണ് പോയത്. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് ശരീരത്തിലാണ്. അതെങ്ങനെയാ? വടക്കംപാട്ടിൽ പറയും, നായർ കുറി 5 തൊട്ടൊതേനൻ കടത്തുവൈനാടൻ വരവരച്ചു.
തച്ചോളുകാരന്റെ വരയും കുറിയും കണ്ടാൽ അറിയാം അയാൾ ഏത് സമുദായത്തിൽപ്പെട്ടതാണ്, ഏത് പ്രദേശത്തുകാരനാണ്. ഈ സർട്ടിഫിക്കറ്റ് മേലുള്ളത് വരയും കുറിയും നോക്കിയിട്ട് ഇപ്പൊ വരയും കുറിയൊക്കെ ഇപ്പൊ നമ്മൾ അലങ്കാരത്തിന് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അന്നത് അലങ്കാരമല്ല, അന്ന് അതിനൊരു സാമൂഹ്യ ധർമ്മമുണ്ട്. കാരണം ഒരാളെ കണ്ടാൽ അയാള് ഏത് സമുദായത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എത്ര അടി ദൂരെ നിൽക്കണം, അല്ലെ, അയാൾ എത്ര ബഹുമാനിക്കണമോ അവമാനിക്കണമോ എന്താ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഘടനക്കകത്താണ്. അതുകൊണ്ട് ജാതി ഘടനയിലെ ശരീരം ഇന്നത്തെ ശരീരമല്ല, ഇന്നത്തെ ഒരു മനുഷ്യ ശരീരം. നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കാം, അല്ലെ, ഏത് വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട്. അതേസമയത്ത് അന്നത്തെ ചിട്ടകളുണ്ട്. അപ്പോ ഷർട്ട് വന്നതിന് ശേഷമാണ് ഈ വരയും കുറിയൊക്കെ പോയത്. തച്ചോളുദയം എന്ന് പറഞ്ഞാൽ നായർ കുറയാറ്റും തൊട്ടത്, അതിന് നായർക്ക് മാത്രമല്ല തീർക്കും എല്ലാവർക്കും അതിനുള്ള രീതിയിലുള്ള ശരീരമുദ്രകളുണ്ട്, ഗോത്രമുദ്രകളുണ്ട്. അപ്പൊ ഗോത്ര മനുഷ്യനാണ് തച്ചോളുദയം എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോ ആ നിലയിലുള്ള ജാതി ധർമ്മങ്ങളിൽ ജീവിച്ച ഒരു സമൂഹമാണ്. അതേസമയത്ത് ജന്മിത്വം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അവിടെ. തീർച്ചയായിട്ടും അല്ല, ജന്മിത്വം എന്ന് വെച്ചാൽ സാമ്പത്തിക ഘടന ജന്മിപരാണ്. നിങ്ങൾ അധ്വാനിച്ചാൽ പറയാ. സാധാരണ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ, ജന്മിത്വ വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ജന്മി കുടിയാൻ അടിയാൻ എന്നാ പറയാം. ജന്മി എന്ന് പറയുന്നത് നമ്പൂതിരികളും സവർണരൊക്കെ ആയിട്ടുള്ള ആളുകൾ ജന്മികളായിട്ട് നിൽക്കുന്നു. കുടിയാന്ന് പറഞ്ഞാൽ അവർക്ക് പാട്ടം കൊടുത്ത് ജീവിക്കുന്നു. അതേസമയത്ത് അവർക്ക് പറമ്പിലൊക്കെ വീടൊക്കെ വെച്ച് ജീവിക്കുന്നവര്, അവരുടെ പറമ്പിൽ വിശേഷിച്ച് ചിലപ്പോൾ കുടികളൊന്നും ഇല്ലാതെ വീട് പോലും ഇല്ലാതെ ജീവിക്കുന്ന അടിസ്ഥാന ജനവിഭാഗം. അതുകൊണ്ടാണ് ജന്മി, കുടിയാൻ, അടിയാൻ എന്നുള്ള 3 ഘടനയാണ് നമ്മുടെ സമൂഹ ഘടനയിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള സാമ്പത്തിക നീതി എന്ന് പറയുന്നത്. കാരണം കുടിയാൻ അടിയാന്മാരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിച്ചതിന് ശേഷം കിട്ടുന്ന വരുമാനം പാട്ടമായിട്ട്, ഒരു വലിയ ശതമാനം പാട്ടമായിട്ട് ജന്മിക്ക് കൊടുക്കണം. ഈ ഘടന ഇതൊക്കെ നമ്മൾ പാട്ടിൽ കാണും, നമ്മുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ ഇതിന്റെ സൂചന കാണും. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്തുണ്ടായി? ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ജന്മിക്ക് മാത്രം കൊടുത്താൽ പോരാ പാട്ടം. ജന്മിക്ക് അപ്പുറത്തൊരു വലിയ നമ്പരം വന്നു. അയാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അത്രയും പാട്ടം കൊടുക്കണം. അങ്ങനെയാണ് അവസാനം പാട്ടം കൊടുക്കാൻ തന്നെ വഴിയില്ലാതെ ആളുകൾ നാട് വിട്ടു പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ചരിത്രത്തിൽ പഠിക്കും. അപ്പോ ഇതെല്ലാം നമ്മുടെ വ്യവസ്ഥയിലുണ്ട്. ഇപ്പോ എന്താണ് ഫോക്ക് എന്ന് വെച്ചാൽ അത് വെറും അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ മാത്രമല്ല. നമ്മുടെ ഫോക്കില് ഇപ്പോ ഞാൻ വടക്കൻപാട്ടിലേക്ക് വരുന്നത്, വടക്കൻപാട്ടിന്റെ അകത്ത് ഇപ്പൊ നമ്മള് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന്റെയും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ വന്നതിന്റെയും ഒക്കെ രേഖകൾ നിങ്ങൾ എവിടെയാ കാണുക? ആർക്കൈവിൽ പോയിട്ടാണോ? അല്ലെ. പക്ഷെ വടക്കൻപാട്ടിലെ ആളുകൾ അത് വടക്കൻപാട്ടാരുണ്ടാക്കിയത് എന്ന് ഒരാളാണോ? ഈ ആധുനികതക്ക് മുമ്പുള്ള സൃഷ്ടികളെല്ലാം എല്ലാവരും ചേർന്നുണ്ടാക്കുന്നത്. അതുകൊണ്ട് വടക്കൻപാട്ട് ഇന്നയാൾ ഉണ്ടാക്കിയെന്ന് പറയാൻ സാധ്യമല്ല. ഗുഹാചിത്രങ്ങൾ ഇന്നയാൾ ഉണ്ടാക്കിയെന്ന് പറയാൻ സാധ്യമല്ല. ഒരു നാടൻ പാട്ട് ഇന്നയാൾ ഉണ്ടാക്കിയെന്ന് പറയാൻ സാധ്യമല്ല. ഒരു സംഘം ചേർന്നാണ് ഉണ്ടാക്കുന്നത്. ചിത്രത്തിന്റെ രീതി അതാ. ഇപ്പൊ നമ്മളിപ്പോ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് അറിയാം, ഇപ്പൊ എഴുത്തച്ഛന്റെ പേരെന്താണ്, അതിന് മുമ്പുള്ള കൃതികളൊക്കെ എഴുതിയത് ആരാണ്, അതിനെപ്പറ്റി തർക്കം നമ്മൾ ഉന്നയിക്കും. ആ തർക്കം നമ്മുടെ വിഷയം, പഴയ ആളുകളുടെ വിഷയമില്ല. കാരണം ഇന്നയാൾ എഴുതി എന്നുള്ളതിന്റെ ഒരു മുദ്ര അവർ ആത്മപ്രകാശനമായിട്ടല്ല കവിതയെ കാണുന്നത്, അല്ലെങ്കിൽ സാഹിത്യത്തെ കാണുന്നത്, ചിത്രത്തെ കാണുന്നത്. അതൊരു സംഘ രീതിയായിട്ടാണ്. അപ്പൊ ഒരാൾ ചേർത്തതിനോടൊപ്പം മറ്റൊരു ആളുകൾ ചേർക്കാം. അപ്പൊ ഈ നിലയില് വ്യക്തിയുടെ ആത്മപ്രകാശനമാണ് സാഹിത്യം എന്നുള്ളതിന് പകരം ഒരു സംഘത്തിന്റെ കൂട്ടായ്മയുടെ പ്രകാശനമാണ് സാഹിത്യം എന്ന് കരുതിയ ഘട്ടത്തില്. അതുകൊണ്ടാണ് വടക്കൻപാട്ടിൽ ആരാ എഴുതിയെന്ന് അറിയില്ല. 100 കണക്കിന് പാട്ടുകളുണ്ട്, 100 കണക്കിന് നായകരുണ്ട്. എങ്കിലും ആരാ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും സംഘപരമായ അനുഭവങ്ങൾ അതിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, സംഘപരമായ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ കോളനീകരണം ബ്രിട്ടീഷുകാരോട് വന്നെന്നുള്ളൊരു സംഘപരമായ അനുഭവം ഒരു ചരിത്ര രേഖയല്ല. അതിനപ്പുറത്ത് ജനങ്ങൾ ജീവിച്ച് അനുഭവിച്ചൊരു കാര്യം. വടക്കൻപാട്ടിൽ അത് പറയും. അതായത് വടക്ക് തലശ്ശേരിയായിരുന്നു പിന്നീട് ഒരു ഫാക്ടറി ഉണ്ടാക്കിയത്. എങ്ങനെയല്ലോ ഗ്രാമം വന്നതിന് ശേഷം പിന്നീട് ബ്രിട്ടീഷുകാർ തലശ്ശേരി ഫാക്ടറി ഉണ്ടാക്കി. 1690 മുതൽ 1790 മുതൽ 100 കൊല്ലം തലശ്ശേരി ഫാക്ടറി എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കമ്പനികളുണ്ട്, ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെയാണ് അവരുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നത്. ഈ വരവിനെ കുറിച്ച് വടക്കൻപാട്ടിൽ പറയും. എന്താ പറയാ, ആദ്യ തലശ്ശേരി തന്നെയാണ് മോതിരം പോലെ വളഞ്ഞ നാട്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് വെള്ളക്കാർ വന്നിങ്ങി കീഞ്ഞോണ്ടത്. ഇവിടെ കീഞ്ഞു പാഞ്ഞാൽ അറിയാം, ഈ ഓരപ്പുഴയൊക്കെ വിട്ട പിന്നെ കീഞ്ഞു പാഞ്ഞാൽ വലിയ വിഷമം. നമുക്ക് പറഞ്ഞ കീഞ്ഞിങ്ങോട്ട് പോയാൽ പറ്റും. ഇവിടെ പറഞ്ഞറിയാം വടക്കൻപാട്ടിലെ ഭാഷയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് വെള്ളക്കാർ വന്നിങ്ങി കീഞ്ഞോണ്ടത് എന്ന് പറയും. എന്നിട്ട് ആ വെള്ളക്കാരെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നൊക്കെ പാട്ടിലുണ്ട്. അത് വെറുതെ കഥ പറയല്ല,
അത് ആരെയും ഉപദ്രവിച്ചത് കാര്യം അത് പാട്ടിന്റെ അദ്ദേഹത്തിൽ മാറ്റുക. അപ്പൊ ആദ്യം